നിറച്ചിടുക വചനത്താൽ നിലനിന്നിടാ നാദാവിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാ എന്നെ ഒരുക്കിടുക വചനത്താൽ നിലനിന്നിടാ. സുഭാഷിതം. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ഫോർ നൗ വി ലീവ് ഇഫ് യു സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ദ ലോർഡ്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് ഈ എഴുതിയിരിക്കുന്ന വാചകം നമുക്ക് അല്പം വിരോധാഭാസമായി തോന്നിയേക്കാം. സഭ ക്രിസ്തുവിൽ നിലനിൽക്കുന്നതിനാൽ പൗലോസും തന്നോടൊപ്പമുള്ളവരും വീണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ജീവനില്ലാത്തവരെ പോലെ ആയിരുന്നു, നിരാശരും നിസ്സഹായകരുമായി കഴിഞ്ഞു വന്നു. അതിന്റെ കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. പൗലോസ് തന്റെ 2-ാം സുവിശേഷ യാത്രയിൽ തിമത്യോസിനോടും ശീലാസിനോടും കൂടെ തെസലോനിക്കയിലെത്തി. യഹൂദന്മാരുടെ സിനഗോഗിലും പിന്നീട് മറ്റ് ജാതികളുടെ ഇടയിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടി അദ്ദേഹം സുവിശേഷം അറിയിച്ചു. യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും കൂടെ ചേർന്ന് തെസലോനിക്കയിൽ സഭ സ്ഥാപിക്കുവാനിടയായി. അവിടെ പൗലോസ് അനേകം ത്യാഗങ്ങളും ക്ലേശങ്ങളും അനുഭവിച്ചു. യഹൂദന്മാർ ഇളക്കിവിട്ട കലഹം മുഖേന പൗലോസിന് അധിക നാൾ തെസലോനിക്കയിലായിരിക്കുവാൻ കഴിഞ്ഞില്ല. വിശ്വാസികൾ വേണ്ടത്ര പക്വത പ്രാപിക്കാതിരുന്നതുകൊണ്ട് പൗലോസിന് അവരെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇത് നിമിത്തം എനിക്ക് ഒട്ടും സഹിച്ചുകൂടാഞ്ഞിട്ട് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയേണ്ടതിന് ആളെ അയച്ചു എന്ന്. കഷ്ടങ്ങളിലും പ്രതികൂലത്തിലും പീഡനത്തിലും കൂടെ കടന്നുപോയ ശൈശവ ദിശയിലായിരുന്ന സഭയുടെ സ്ഥിതിഗതികൾ അറിയുന്നതിനു വേണ്ടിയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനു വേണ്ടിയും തിമത്യോസിനെ അങ്ങോട്ടയച്ചു. തെസലോനിക്കയിലെ വിശ്വാസികൾ പ്രതികൂലങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിൽ സന്തോഷത്തോടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് തിമത്യോസ് പൗലോസിനെ അറിയിച്ചു. പൗലോസിന്റെ ആശങ്കാകുലമായിരുന്ന മനസ്സിന് ആശ്വാസം ലഭിക്കുന്നതിനിടയായി. 7-ാം വാക്യത്തിൽ വായിക്കുന്നത്: ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു എന്നാണ്. അവർ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ പൗലോസിന് ചൈതന്യമുണ്ടായി. പ്രിയമുള്ളവരെ, എല്ലാ കാലത്തും കർത്താവിന്റെ സഭയ്ക്ക് പീഡനങ്ങൾ ഉണ്ടാകും. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു എന്ന് പൗലോസ് അവരെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടവരാണെന്നാണ് 3-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. കഷ്ടങ്ങളിലും പീഡനങ്ങളിലും സഭ സന്തോഷമായിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പൗലോസ് പ്രതികരിക്കുന്ന വാക്കുകളാണ് നാം വായിച്ച കുറിവാക്യം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവിനോടൊപ്പം നാം എങ്ങനെയാണ് നിലനിൽക്കുവാൻ കഴിയുന്നത്? യേശു കർത്താവ് പറഞ്ഞത്: എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ കർത്താവിൽ നിലനിൽക്കാൻ കഴിയൂ. 1 കൊരിന്ത്യർ 16:13 എഴുതിയിരിക്കുന്നത്: ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. ഫിലിപ്പിയർ 1:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണമെന്ന്. നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ കൃപയിലും ശക്തിയിലും നിലനിന്നു പോകണം.
കൊലോസ്യർ 1:23 പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. കൂടാതെ നാം പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഉപദേശത്തിൽ നിലനിൽക്കണം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. God bless you all with these words. വചനത്താൽ നിലനിന്നിടാം. നാഥാവിൻ വരവിൻ വരെ നിന്നോടു ചേർന്നിടുവാൻ എന്നെ ഒരുക്കിയിടുക. വചനത്താൽ